ഈ സംഭവം ആശ്രമം ഇവർ ഈ വാഹനങ്ങൾ ഉൾപ്പെടെ തീവച്ച് നശിപ്പിച്ച് ആ സമയത്ത് ഇതിനൊപ്പം ഇവർ നടത്തിയിട്ടുള്ളതൊരു നുണപ്രചരണവും കൂടിയായിരുന്നു. നമ്മൾ തന്നെയാണ് ഇത് ചെയ്തതെന്ന്. അപ്പോൾ ഈ നുണപ്രചരണത്തിന് വേണ്ടുന്ന എല്ലാ ഒത്താശകളും പോലീസിലെ ചിലർ വളരെ ആസൂത്രിതമായിട്ട് അവർക്ക് യഥേഷ്ടം ആ നുണ പ്രചരിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ നമ്മളെ തന്നെ ഇതിൽ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. അതിങ്ങനെ എഴഞ്ഞ് ഒരു തലയും വാലും ഇല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്നതാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങുന്നു. നിങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ക്രൈംബ്രാഞ്ച് അത് അന്വേഷണം ഏറ്റെടുക്കുന്നു. അപ്പോൾ അതിലെ 2 ഘട്ടമായിട്ടാണ്. ക്രൈംബ്രാഞ്ചിലെ ആദ്യത്തെ ഒരു ടീം അന്വേഷിക്കുന്നു. അതുകൂടാതെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ടോമി തച്ചങ്കരി ആയിരുന്നു. അദ്ദേഹം വേറൊരു ഇതിലേക്ക് മാറുമ്പം പിന്നീട് വന്നിട്ടുള്ള ആ അന്വേഷണ ടീം അവർ വളരെ കാര്യമായിട്ട് തന്നെ ഇതിലെ എല്ലാ കള്ളത്തരങ്ങളെയും ഈ ചെയ്തതാരാണ് എന്നുൾപ്പെടെ അന്നത്തെ ഇവിടുത്തെ ഒരു BJP കൗൺസിലറായിരുന്ന ഗിരികുമാറിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു കണ്ടെത്തൽ, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിലെ കുറച്ച് പേര് ഈ കേസ് വഴിതിരിക്കുന്നതിനും ഈ കേസ് അട്ടിമറിക്കുന്നതിനും സഹായകമായിട്ടുള്ള വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ള ഗുരുതരമായ ഒരു കൃത്യവിലോപം അവരുടെ ഭാഗത്തു നിന്നുണ്ടായതിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരറിവ് നമുക്കുണ്ട്. അതിൻ്റെ മേലിൽ നടപടികൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ അറിവിൽ പെടുന്നതായിരുന്നില്ല. അപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട MLA PV അൻവർ ഈ കാര്യം അവതരിപ്പിക്കുകയുണ്ടായി, ഇങ്ങനെ പറയുകയുണ്ടായി. ഒരു കാര്യത്തിൽ നമുക്ക് അൻവറിനോട് വളരെ സ്നേഹവും അങ്ങേയറ്റം നന്ദിയുണ്ട്. കാരണം ഈ കേസ് ഈ ഗിരികുമാറിനെ വരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിലേക്ക് ഇത്തരം ആളുകളെയൊക്കെ കൊണ്ടുവന്നത് ചാനൽ ചർച്ചകളിൽ എവിടെയും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പൊതുസമൂഹം ഇത് അറിഞ്ഞിരുന്നില്ല. ഇവരെയൊക്കെ ഇത്തരം ആളുകളൊക്കെ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്തു, ഇവരൊക്കെ ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുകയാണ്, ഇത്യാദി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ അൻവറിൻ്റെ പ്രസ്താവനയിൽ കേരള സമൂഹം ഈ കേസിന് ഇങ്ങനെയൊരു തുമ്പുണ്ടായിട്ടുണ്ട്, അതിൽ പോലീസിന് ഇങ്ങനെയൊരു പങ്കുണ്ടായിട്ടുണ്ട്, അത് RSS അനുഭാവികളായിട്ടുള്ള പോലീസുകാരാണ് ഇത് ചെയ്തത് എന്നതൊക്കെ ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാണിക്കപ്പെട്ടു എന്നുള്ളതിൽ നമുക്ക് സന്തോഷം. സന്ദീപ് അനന്തഗിരി, ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഈ അന്വേഷണം നടക്കുമ്പോൾ അത് താങ്കളുടെ തന്നെ നേർക്ക് തിരിക്കാനും താങ്കളെ അവമതിക്കാനുള്ള വളരെ പർപ്പസ്ഫുള്ളി ഡെലിബറേറ്റായ ശ്രമം ഉണ്ടായി എന്ന്. അപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി പറയുമ്പോൾ ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ പോലീസ് കാര്യങ്ങളെ മാറ്റിമറിക്കുകയാണ് എന്ന കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചിരുന്നോ? അല്ല, ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം പാർട്ടി പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. എവിടെയെങ്കിലും ഒരു തീപിടുത്തം ഉണ്ടായാൽ ആ സെക്രട്ടേറിയറ്റ് തീപിടുത്തം ഉണ്ടായ സമയത്ത് അവിടെ ഫയലുകൾ ഈ ഫാനിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കാരണം ഫയലുകൾ കത്തിയ സമയത്ത് ഇതേപോലെ, അതുപോലെ AKG സെൻറ്ററിൻ്റെ ആക്രമണ സമയത്ത് എപ്പോഴും ഇത് ചോദിച്ചുകൊണ്ടിരിക്കുക. നിയമസഭയിൽ തന്നെ പലപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് ഈ കേസിൻ്റെ നാൾ വഴി, എന്താണ് കിട്ടിയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നുവല്ലോ ഇതിനെക്കുറിച്ച്. അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതാണ്. ഇതിങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇതിങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്ന കാര്യങ്ങൾ.